കോൺഗ്രസ് വന്നിരുന്നെങ്കിൽ കുറച്ചൊരു നല്ലൊരു അന്തരീക്ഷം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു അന്തരീക്ഷം UDF ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് അനിവാര്യമാണെന്ന് വെച്ചാൽ അനിവാര്യമൊന്നുമല്ല. പക്ഷേ അവർ വന്നാൽ നല്ലതായിരുന്നു. നമ്മൾ അതിനെ സ്വാഗതം ചെയ്തിരുന്നതാണ്, അല്ലെങ്കിൽ അതിന് തുറന്ന സമീപനമാണ് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. CPM എന്ന പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് മാണി അവരുടെ അസ്തിത്വം അപകടത്തിലാക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അത് യുവജന നേതാവെന്നല്ല, അല്ലാത്ത ആരാണെങ്കിലും, പൊതുരംഗത്ത് നിൽക്കുന്നവരാണെങ്കിലും അല്ലാത്തൊരു സാധാരണ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെതിരെ പിണറായി വിജയൻ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് കേരളത്തിലെ ആളുകൾക്ക് മുമ്പിലുള്ളത്. ആ ഉത്തരം വളരെ ക്ലിയറാണ്. മോർ ദാൻ 50% ഓഫ് ദ സൊസൈറ്റി, 101%, they want to vote against this government, against the CM. അത് ഭയങ്കരമായി പ്രതിഫലിക്കും. I am expecting 100+. നമസ്കാരം, വാക്കുമറുവാക്കിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അങ്കത്തട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് 3 മുന്നണികളും. ഏവരും ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ നിരയിലിരിക്കുന്ന UDF എത്രത്തോളം കരുത്തരായി മുന്നേറുന്നു എന്നാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയങ്ങൾ കേരള രാഷ്ട്രീയം കാണാനിരിക്കുന്നതേയുള്ളൂ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ മാത്യു കുഴൽനാടൻ MLA. സ്വാഗതം. എല്ലാവരും ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു വിസ്മയം കാണാനിരിക്കുന്നു എന്നതാണ്. പക്ഷെ ആ വിസ്മയത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ചില ട്രോളുകളൊക്കെ വരുന്നു. ശരിക്കും ആ വിസ്മയം അങ്ങനെ തന്നെ നിലനിൽക്കുമോ? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന വിസ്മയപരമായ മാറ്റത്തെക്കുറിച്ചാണ്. ആ മാറ്റം ഉണ്ടാകും. ഞങ്ങളെല്ലാവരും ആത്മവിശ്വാസത്തിലും ശുഭാപ്തി വിശ്വാസത്തിലുമാണ്. സംശയം ഉണ്ടാകില്ല. അതിനെക്കുറിച്ച് സംശയമുള്ളവർ, ട്രോൾ ഇറക്കുന്നവർ, only matter of time, കുറച്ച് നാളോട് വെയിറ്റ് ചെയ്താൽ മതി, അവർക്കും ആ വിസ്മയം ബോധ്യപ്പെടും എന്നാണ്. പെട്ടെന്നൊരു വിസ്മയമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവേശം വന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണോ, അതോ കൃത്യമായി നിങ്ങൾക്കൊരു അജണ്ട ഉണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അല്ല, ഇതിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അപ്രതീക്ഷിതമായി എവിടെന്നെങ്കിലും ലോട്ടറി അടിച്ച പോലെ കിട്ടിയതാണെന്ന് വിചാരിക്കരുത്. ദർ ഇസ് എ ബാക്ക്ഗ്രൗണ്ട് ടു ഇറ്റ്. ദർ ഇസ് എ ഹാർഡ് വർക്ക് ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ അകത്ത് സിസ്റ്റമാറ്റിക്കായി നമ്മൾ വർക്ക് ചെയ്ത് വന്നതിൻ്റെ കൂടി ഒരു റിസൾട്ടാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമായിരുന്നു. ജനങ്ങൾ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നന്നായി അതിനോട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് കറക്റ്റാണ്. ബട്ട് വി വർ എക്സ്പെക്ടിങ് എ ഗുഡ് റിസൾട്ട്, അല്ലെങ്കിൽ ഗ്രേറ്റ് റിസൾട്ട്. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനും അപ്പുറം അത് വന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ അത് കാണിക്കുന്നത് വി ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. ഞങ്ങൾ പ്ലേസ് ചെയ്ത ഇഷ്യൂസ്, ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ജനങ്ങൾക്ക് പ്രതിപക്ഷത്തിൽ വിശ്വാസമുണ്ട് എന്നുകൂടിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾക്കൊരു വർദ്ധിത വീര്യവും വർദ്ധിത ഉത്സാഹം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വളരെ നേരത്തെ മുതലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്, അതിൻ്റെ അകത്ത് ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എലക്ഷൻ സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ബട്ട് വി ആർ നോട്ട് മേക്കിംഗ് എവറിത്തിങ് പബ്ലിക്. അതിൻ്റെ ആവശ്യമില്ല. സോ വി നോ വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളാണിപ്പോൾ എല്ലാവരും വളരെ കാതോർക്കുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളും, ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ഐഷ പറ്റിയൊക്കെ നിങ്ങൾ CPM-ൽ നിന്നൊക്കെ അടർത്തിയെടുത്തു, അവർ കോൺഗ്രസിലേക്ക് വന്നു. അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രംപ് കാർഡോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു കീ സ്ട്രാറ്റജിയോ ഫാക്ടറോ മുന്നണി വിപുലീകരണമല്ല. മുന്നണി വിപുലീകരണം ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അത് നടന്നാൽ വെൽ ആൻഡ് ഗുഡ്. അത് നടന്നില്ലെങ്കിലും വി ഹാവ് എ പ്ലാൻ, പ്രോപ്പർ പ്ലാൻ. അതൊക്കെ അതിൻ്റെ ആൻസീലറി ആയിട്ട് വരുന്നതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. മുന്നണി വിപുലീകരണം നടന്നാൽ വെൽ ആൻഡ് ഗുഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് മുന്നണി വിപുലീകരണമാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിജയമന്ത്രം എന്ന് ഒരു ഘട്ടത്തിലും ഒരു സമയത്തും കോൺഗ്രസോ UDF വിലയിരുത്തിയിട്ടില്ല. ഞങ്ങൾ വിജയത്തിലേക്ക് കണ്ടിട്ടുള്ള ഫാക്ടേഴ്സും എയിം ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും മുന്നണി വിപുലീകരണം ഒരു വലിയ ഒരു കാര്യമല്ല. ബട്ട് ഇഫ് ഇറ്റ് ഹാപ്പൻസ് വെൽ ആൻഡ് ഗുഡ്. അത് ഒരു അഡീഷണൽ ഇതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടല്ല മറ്റ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. ദാറ്റ്സ് ഫോർ ഷുവർ. എസ്പെഷ്യലി മുഖ്യമന്ത്രിയുടെ ശൈലിയും
ഈ മുന്നണി നയിക്കുന്ന പാർട്ടിയായ CPM-നെതിരായിട്ട്, CPM നേതാക്കളുടെ ശൈലിക്കെതിരായിട്ട് ആ ആൻറ്റി ഇൻകംപൻസിയിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ റെഫർ ചെയ്ത് ഐഷ പോറ്റിയുടെ കാര്യം പറഞ്ഞു. ഐഷ പോറ്റി വന്നത് ഒരു പ്രതീകം മാത്രമാണ്. ഈ ഐഷ പോറ്റിയുടെ മനസ്സ് മാറിയതിനേക്കാളും ഞങ്ങൾ വാല്യൂ ചെയ്യുന്നതും ഞങ്ങൾ കാണുന്നതും ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതും താഴെ തട്ടിലുള്ള 10,000-കണക്കിന് CPM പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികൾ, ഇടതുപക്ഷ സഹയാത്രികർ, അവരുടെ മനസ്സ് UDF-നൊപ്പം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം അവർ UDF-കാരായതുകൊണ്ടല്ല, അവർ കോൺഗ്രസ് ചേരാൻ പോകുന്നവരല്ല, അവർ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നവരല്ല. അവർ ഇന്നത്തെ LDF-ൻ്റെയും CPM-ൻ്റെയും ശൈലി കണ്ട് മടുത്ത്, ഈവൻ ആ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഈ വട്ടം UDF-നൊപ്പം ചലിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. വി ഹാവ് ടെസ്റ്റഡ് ഇറ്റ് ഇൻ ദ ഫീൽഡ് ആൻഡ് വി നോ ദാറ്റ്, വി റെസ്പെക്ട് ദം. അവരുടെ ആ ഒരു രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്നു. ഇവർ ചെയ്ത തെറ്റുകൾ ചെയ്യാതെ, ഇവരെ എന്തുകൊണ്ടാണോ അവർ വെറുപ്പിച്ചത്, ആ വെറുപ്പ് ഇവിടെ ഉണ്ടാക്കാതെ വിനയത്തോടും എളിമയോടും സുതാര്യതയോടും സത്യസന്ധതയോടും കൂടി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. മതേതരത്വത്തിൽ വെള്ളം ചേർക്കാതെ, ഒരു കടുക് മണിയോളം വിട്ടുവീഴ്ച ചെയ്യാതെ സെക്യുലർ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കാരണം CPM തെരഞ്ഞെടുപ്പ് ജയത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളോട് കടുത്ത വിയോജിപ്പുള്ള CPM പാർട്ടി മെമ്പർമാർ വരെയുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെ ആയിരുന്നില്ല ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നവരുണ്ട്. അവരിലാണ് ഞങ്ങളുടെ കൂടുതൽ പ്രതീക്ഷ. ഐഷ പോറ്റി എന്നത് ഒരു പ്രതീകമായി കാണുക. അങ്ങനെ ധാരാളം ഐഷ പോറ്റിമാർ ഉണ്ട്. ഐഷ പോറ്റി ഒരു മുൻ MLA ആയതുകൊണ്ടും പ്രോമിനൻറ്റ് ഫിഗർ ആയതുകൊണ്ടും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ എത്രയോ പേരെ പറയണം, മുൻ ഏരിയ സെക്രട്ടറിമാർ, കാര്യങ്ങളൊക്കെ, അവരൊക്കെ ആ പാർട്ടി വിട്ട് നിലപാടെടുത്തുകൊണ്ടല്ലേ പലയിടത്തും അവർക്ക് നഷ്ടപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയം കേവലം ഒരു ജനങ്ങളുടെ ഇതായിട്ട് അവർ കാണണ്ടാണ്. CPM-ൻ്റെ ബേസിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഷിഫ്റ്റ് അവരത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് അതാണ് ഈ റിസൾട്ടിലേക്ക് എത്തിച്ചത്. ഈ ഐഷ പോറ്റി വരുന്നതോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി മാറി വരുന്നതോ അവർക്ക് എത്ര വോട്ടിംഗ് ശതമാനമോ പെർസെൻറ്റേജോ അല്ല. പക്ഷെ അവിടെ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം വന്നിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൽ വലിയ രീതിയിലൊരു മുന്നേറ്റം UDF-ന് ഉണ്ടാകുമായിരുന്നില്ലേ? അല്ല, അത് ശരിയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് വന്നിരുന്നെങ്കിൽ നല്ലൊരു അന്തരീക്ഷം, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു അന്തരീക്ഷം UDF-ന് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത് അനിവാര്യമാണെന്ന് വെച്ചാൽ അനിവാര്യമൊന്നുമല്ല. പക്ഷെ അവർ വന്നാൽ നല്ലതായിരുന്നു. നമ്മൾ അതിനെ സ്വാഗതം ചെയ്തിരുന്നതാണ്, അല്ലെങ്കിൽ അതിന് തുറന്ന സമീപനമാണ് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ തന്നെ ചെറിയൊരു കറക്ഷൻ പറയാം. കേരള കോൺഗ്രസ് എടുക്കുന്ന നിലപാടനുസരിച്ച് സഭ ചിന്തിക്കുകയല്ല, സഭ ചിന്തിക്കുന്നതനുസരിച്ച് കേരള കോൺഗ്രസ് നിലപാട്. അതുകൊണ്ടാണ് മുന്നണി മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളി ആ പാർട്ടിക്കകത്തുണ്ടായത്. ദാറ്റ് ഷോസ് ഓൾറെഡി ചർച്ചാണെങ്കിലും ചർച്ച് ലീഡർഷിപ്പ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒക്കെ ദേ ഹാവ് ബൈ ആൻഡ് ലാർജ് സ്വിങ് ടുവേഴ്സ് UDF. അതറിഞ്ഞുകൊണ്ടാണ് കേരള കോൺഗ്രസിൽ നിന്നും അകത്തു നിന്നും ഉള്ളിൽ നിന്നും താഴെത്തട്ടിൽ നിന്നും UDF-നൊപ്പം നിൽക്കുന്നതാണ്. കാരണം അവരുടെ ഉൾവിളി UDF-നൊപ്പം നിൽക്കാനാണ്. അത് പക്ഷേ ഫോർ സം റീസൺ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവർക്ക് തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനത് പൂർണ്ണമായിട്ടും ഒരു സാധ്യത ഡിസ്മിസ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് ആ കമ്മ്യൂണിറ്റിയുടെയും ആ ചർച്ചിൻ്റെയും ഒക്കെ ഒരു ലൈൻ ഓഫ് തിങ്കിങ് മനസ്സിലാക്കിയിട്ടും അതിനെതിരെ നിൽക്കാൻ കേരള കോൺഗ്രസിന് പറ്റുമോ, അതിനുള്ള ശേഷിയുണ്ടോ, അതൊരു പൊളിറ്റിക്കലി വൈസായിട്ടുള്ള തീരുമാനമായിരിക്കുമോ, ബുദ്ധിപരമായ തീരുമാനമായിരിക്കുമോ എന്നുള്ളത് അവരെ വീണ്ടും ചിന്തിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കേരള കോൺഗ്രസ് വരുമെന്നുള്ള പ്രതീക്ഷകൾ ഏറ്റവും അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. അതായത് ഉടനെ ഒരു പ്രഖ്യാപനം, ഒരുപക്ഷെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും മറ്റും ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് അതൊരു ട്വിസ്റ്റ് ഉണ്ടാക്കിയെന്നാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അത് ശരിയാണെങ്കിൽ UDF എന്താണോ പ്ലാൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് എന്താണോ ആസൂത്രണം ചെയ്തിരുന്നത്, അവിടെ കൃത്യസമയത്ത് കൃത്യമായ തടയിടാൻ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ CPM കേന്ദ്രങ്ങൾക്ക് കഴിയുന്നു. ഇല്ല, ഞാനത് CPM-ൻ്റെ ഡെസ്പറേഷനായി മാത്രമേ കാണുന്നുള്ളൂ. CPM-നെ പോലൊരു പാർട്ടി ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി ഒരു ഘടകകക്ഷിയോട് റിക്വസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ച് പിടിച്ചു നിർത്തേണ്ട അവസ്ഥയിലേക്ക് അവരെത്തിയെന്ന് പറഞ്ഞാൽ തന്നെ ഹൗ വണറബിൾ ദേ ആർ, ഹൗ വീക്ക്, എത്ര വീക്കായിട്ടുള്ള. അല്ലെ എന്തായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ ഒരു ഘടകകക്ഷി നേതാവിന് കാണാൻ കഴിയാൻ പറ്റാത്ത നേതാവായിരുന്നല്ലേ. അദ്ദേഹം ഇത്രയും താഴത്തേക്ക് വന്നല്ലോ. ദാറ്റ് ഈസ് ഗുഡ്. ദാറ്റ് ഷോസ് ദാറ്റ് they realize their weakness. അവരുടെ ദൗർബല്യം അവർ തിരിച്ചറിയുന്നു എന്നുള്ള നല്ല കാര്യമാണ്. അപ്പോൾ അതല്ലാണ്ട് ഒരു പിന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് കാണും, ശരിയാണ്. കാരണം അവരുകൂടി പോയാൽ പിന്നെ ഒരു മത്സരം പോലും ഇല്ല എന്നുള്ള പ്രതീതി ഉണ്ടാവും എന്നുള്ള ഭയം അവർക്കുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടപെട്ട് കാണും. പക്ഷേ അത് ആ പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടല്ല, കേരള കോൺഗ്രസിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയില്ല, CPM നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. CPM എന്ന പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് മാണി അവരുടെ അസ്തിത്വം അപകടത്തിലാക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. അത് ഞാനങ്ങനെ ഒരു വലിയൊരു ഇതായിട്ട് പറയുന്നതല്ല. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ ബേസും ഫൗണ്ടേഷനും ഹാസ് ഓൾറെഡി മൂവ് ടുവേഴ്സ് UDF. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സിഗ്നൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടി. അതുകൊണ്ടാണ് അവരും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചത്, ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു സ്വിങ് അവർ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ട് അവിടെ നിന്നാൽ അതിന് വില കൊടുക്കേണ്ടി വരിക കേരള കോൺഗ്രസ് മാണി എന്ന പാർട്ടിയായിരിക്കും. വൺസ് ദേ ലൂസ് ദ ബേസ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. പിന്നീട് റീബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഈസി അല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയും CPM നടത്തുന്ന റിക്വസ്റ്റ് CPM സർവൈവലിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. ഒരു വാഷ് ഔട്ട് ഉണ്ടാവാതെ, അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു തകർച്ച ഉണ്ടാവാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുന്നതാണ്. അതിന് വഴിപ്പുറമ വേണ്ടയോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയമല്ലേ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 3 മുന്നണികൾക്കും അതീവ നിർണായകമാണ്. പക്ഷേ UDF അവസ്ഥ എന്താണ്? ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രതിഫലനങ്ങൾ UDF ഉണ്ടാകും. ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടം UDF തന്നെയല്ലേ? അല്ല, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്, ക്രിട്ടിക്കലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് വളരെ പ്രധാനം, കാരണം ഇപ്പോൾ 2 വട്ടമായി പ്രതിപക്ഷത്തിരിക്കുന്നു. പലരും ധരിച്ചിരുന്നത് 2ാം വട്ടം പ്രതിപക്ഷത്ത് പോയാൽ കോൺഗ്രസ് തകർന്നടിയും, കോൺഗ്രസ് ആളുണ്ടാവത്തില്ല, എല്ലാവരും കോൺഗ്രസ് വിട്ടുപോകും. അതാണ് BJP കണക്കൂട്ടിയത്. കഴിഞ്ഞ തവണ BJP CPM സഹായിച്ചതും അതുകൊണ്ടാണ്. അവർ ധരിച്ചിരുന്നത് 2ാം വട്ടം പരാജയം കോൺഗ്രസിന് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് കോൺഗ്രസ് ശിഥിലമാവും, അല്ലെങ്കിൽ UDF ശിഥിലമാകുമ്പോൾ ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അവരുടെ സ്ട്രാറ്റജി പാളിപ്പോയില്ലേ? കാരണം ഇപ്പോഴും സോളിഡായിട്ടും ഏറ്റവും റോബസ്റ്റായിട്ടും ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുന്നണിയായിട്ട് ഞങ്ങൾ ജയിച്ചു വന്നില്ലേ? അതിൻ്റെ ഒന്നും നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. CPM സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞത് ശരിയാണ്, ആകെയുള്ള ഒരു സംസ്ഥാനമാണ്. അവർക്ക് ഇതുകൂടി നഷ്ടപ്പെട്ടാൽ അവർക്ക് ദേശീയ തലത്തിൽ തന്നെ അവരുടെ ഒരു ദേശീയ പാർട്ടി എന്ന എക്സിസ്റ്റൻസ് വലിയ ചോദ്യചിഹ്നമാവും. അവർക്കും നിർണായകമാണ്. പക്ഷേ BJP സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തെറ്റിപ്പോയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഇത് വന്നത്. കാരണം അവർ കോൺഗ്രസ്സിനെ ദുർബലപ്പെടുത്തി സ്പേസ് ഒക്യുപ്പൈ ചെയ്യാമെന്ന് വിചാരിച്ചവരാണ്. അവരതിനു വേണ്ടി CPM സഹായിച്ചുകൊണ്ടിരുന്നു. അവർ CPM സഹായിക്കും തോറും കേരളത്തിൽ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴും BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനെ ദുർബലപ്പെടുത്താൻ എങ്ങനെ പറ്റും, CPM സഹായിച്ചിട്ടാണെങ്കിലും. അതുകൊണ്ട് BJPക്ക് ഒരു മുന്നേറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ദേ ആർ ഇൻ എ റോങ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അവർ CPM സഹായിക്കട്ടെ, അത് BJP വരരുത്. CPM നിന്നാലും BJPയും അല്ലെങ്കിൽ വർഗീയ ശക്തികളും വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അവർ CPM തന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കട്ടെ, ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തോളാം. CPM ആ ഒരു ആനുകൂല്യം കിട്ടിക്കോട്ടെ. അതനുസരിച്ച് CPM അതിൻ്റെ ബേസ്, അല്ലെങ്കിൽ അവരുടെ പരമ്പരാഗതമായ മതേതര വോട്ടുകളിൽ കാര്യമായ കുറവ് അല്ലെങ്കിൽ ചോർച്ച ഉണ്ടാകുന്നുണ്ട്. അതവർ മനസ്സിലാക്കുന്നില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ 2 കൂട്ടരെയും ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ഞങ്ങൾ ഗെയിൻ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ കഴിയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിലേക്ക് ഈ ക്രൈസ്തവ മുസ്ലിം വിഭാഗം വലിയ രീതിയിൽ വന്നു ചേരാൻ പറ്റിയൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണോ ഉള്ളത്? കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് പൊളിറ്റിക്സ് അല്ലല്ലോ കോൺഗ്രസിൻ്റെ. ഇത് CPM ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഒരു ഭയങ്കര പ്രോ മൈനോറിറ്റി ലീഡർ എന്ന നിലയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭയങ്കരമായി ഇൻസ്പയർ ചെയ്യുന്ന പോലുള്ള ഒരു ലീഡർഷിപ്പാണ് പുറത്തേക്കെടുത്തത്. അവർക്ക് ജയിക്കാൻ പറ്റിയതും ഒരു പരിധിവരെ ആ ഒരു പ്രൊജക്ഷനിൽ പലരും തെറ്റിദ്ധരിച്ചു. പിണറായി വിജയൻ ഒരു മതേതര നിലപാടുള്ള ആളാണ്, അല്ലെങ്കിൽ മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കും, ഞങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വോട്ട് വാങ്ങിയാണ് അവർ ജയിച്ചു വന്നത്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ വോട്ടിംഗ് നടന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും BJP വലിയ കടന്നുകയറ്റം ഹിന്ദു മേഖലയിൽ നടത്തുകയും ചെയ്തു. അപ്പോൾ CPM ബേസാണ് BJP വലിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആദ്യഘട്ടങ്ങളിൽ നായർ വോട്ടുകളാണ് BJP കൊണ്ടുപോയി. ഇപ്പോൾ ഈഴവ വോട്ടുകളിലേക്ക് കടന്നപ്പോൾ അത് CPM ബേസിനെ അഫക്റ്റ് ചെയ്യുമെന്ന് തോന്നിയപ്പോൾ ദെൻ ദേ ഡിസൈഡഡ് ആ വോട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം.
ആ വോട്ട് പിടിച്ചു നിർത്താൻ അവർ BJP അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അവരുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയ BJP അറ്റാക്ക് ചെയ്ത് ആ വോട്ട് പിടിച്ചു നിർത്തുന്നതിന് പകരം അവർ മുസ്ലിം കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്ത് ഹിന്ദുക്കളെ പിടിച്ചു നിർത്താനാണ് പരിശ്രമിച്ചത്. ഇറ്റ് വാസ് എ വെരി റോങ് സ്റ്റാൻഡ്. ഒരിക്കലും CPM അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. ഒന്നല്ലെങ്കിൽ ഒരു ആൻറ്റി മുസ്ലിം അല്ലെങ്കിൽ ഒരു ആൻറ്റി ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ആൻറ്റി മൈനോറിറ്റി സ്റ്റാൻഡ് എടുത്ത് ഭൂരിപക്ഷങ്ങൾ അപ്പീസ് ചെയ്ത് തന്നെയല്ല ഏറ്റവും മോശമായി ഇവിടെ വർഗീയമായി സംസാരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരെ കൂടെ നിർത്തുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതും അവരാണ് ഞങ്ങളുടെ മൗത്ത് പീസ് എന്ന നിലയിൽ പരസ്യമായി മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ മടിയുണ്ടായില്ല. അതൊന്നും ഒരു 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 പൊളിറ്റിക്കലി വളരെ തോട്ട് പ്രോസസ്സിലൂടെ ചെയ്യുന്ന, അതല്ലാണ്ട് അബദ്ധം പറ്റുന്നതൊന്നുമല്ല. സോ ദേ ഡിക്ലെയർഡ് ദാറ്റ് പൊസിഷൻ. അതായത് ഞങ്ങൾ ആൻറ്റി മൈനോറിറ്റിയും പ്രോ ഹിന്ദു ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് രണ്ടിടത്തും CPMന് നഷ്ടം വരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ വർഗീയത പറയാനാണെങ്കിൽ തീവ്ര വർഗീയത പറയുന്ന BJPക്കൊപ്പം നിന്നാൽ പോരെ. ഈ CPMൻ്റെ സോഫ്റ്റ് ഹിന്ദുത്വ അപ്രോച്ച് തന്നെ കാണിക്കാനാണ്. CPM ആണിപ്പോൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പുതിയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയായി കേരളത്തിൽ പ്രയോഗിച്ചത്. അതൊക്കെ പക്ഷേ നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. അതിനും അവർ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത്, ഒരു വലിയൊരു ഭാഗമെന്ന് പറയുന്നത് സെക്യുലർ വോട്ടേഴ്സാണ്. ആ സെക്യുലർ വോട്ടേഴ്സ് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. അവരിതിനൊന്നും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. സോ ദേ വിൽ പേ ദ പ്രൈസ് ഫോർ ദിസ്. ഇതിനുള്ള വലിയ കനത്ത വില CPM കൊടുക്കേണ്ടി വരും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റുമോ? കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് അടഞ്ഞ അധ്യായമാണ്. കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് ആ കാര്യത്തിൽ സ്വീകരിച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗമല്ല. അദ്ദേഹത്തെ നടപടിയെടുത്ത് കോൺഗ്രസിന് പുറത്താക്കി. ഞങ്ങളെ സംബന്ധിച്ചൊരു നല്ല മികച്ച ഒരു യുവജന നേതാവായിരുന്നു. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ള, ഒരുപക്ഷെ ഈ ചെറിയ കാലഘട്ടത്തിൽ തന്നെ വലിയ ജനപ്രീതി ഉണ്ടാക്കിയ ഒരു യുവ നേതാവായിരുന്നു. തെറ്റുകളൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെ പാർട്ടി അങ്ങനെ പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളുടെ ലെവൽ വരെ നോക്കിയതാണ് സസ്പെൻഷൻ. പിന്നീട് വീണ്ടും പരാതികളൊക്കെ വന്നപ്പോൾ ഏറ്റവും മാതൃകാപരമായി പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കി. കോൺഗ്രസ് അതിൻ്റെ നിലപാട് ക്ലിയറാക്കി. ഇനി അതിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് അത് ബാധിക്കേണ്ട വിഷയമില്ല. രാഷ്ട്രീയത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു യുവ നേതാവിൽ നിന്നും ഇങ്ങനെ ഒരു സമീപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത് യൂത്തിന് അല്ലെങ്കിൽ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവർക്ക് നൽകുന്നൊരു മെസ്സേജ് എന്താണത്? അല്ല, തീർച്ചയായിട്ടും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അത് യുവജന നേതാവെന്നല്ല, അല്ലാത്ത ആരാണെങ്കിലും, പൊതുരംഗത്ത് നിൽക്കുന്നവരാണെങ്കിലും അല്ലാത്തൊരു സാധാരണ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ആളുകളുടെ ഭാഗത്തുനിന്നും നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അത് ഉണ്ടാകരുതാത്തതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ അതിനെ ചൊല്ലി ഒരു വ്യക്തമായൊരു അഭിപ്രായ ഐക്യത്തിലെത്താനായി ഇപ്പോഴും കഴിയാതെ പോകുന്നുണ്ടോ? MLA ആയിരിക്കുന്ന ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു യുവജന നേതാവിനെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കണം. സസ്പെൻഷനല്ല, അത് ഹൈക്കമാൻഡ് മുതൽ താഴെ തട്ട് വരെ പാർട്ടിയിൽ ആ അഭിപ്രായം ഉൾക്കൊണ്ടും അക്സെപ്റ്റ് ചെയ്തുമാണ് നടപടിയെടുക്കുക. അങ്ങനെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. പൊതുവെ കോൺഗ്രസിനുള്ളിൽ പരസ്പരം വഴിചാരാനായി ഈ സോഷ്യൽ മീഡിയ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നൊരു പ്രവണത കൂടി വരുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ പാർട്ട് ഓഫ് ദ ഗെയിം, ഒരു ട്രെൻഡ് ഉള്ളതാണ്. സോ വി കാൻ ഹെൽപ്പ് ഇറ്റ്. അതിപ്പോൾ പാർട്ടിക്കകത്ത് ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും അല്ലല്ലോ. പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അനുയായികളോ അനുഭാവികളോ ഒക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു വിശാല ജനാധിപത്യം അനുവദിക്കുന്ന പാർട്ടിയാണ്. നാച്ചുറലി ഇറ്റ് വിൽ ഹാപ്പൻ. ഈ കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു ഭൂരിപക്ഷമൊക്കെ നേടി അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ തമ്മിലടി ഉണ്ടാകുമെന്ന രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോഴും മറുഭാഗത്ത് രാഷ്ട്രീയ പ്രതിയോഗികളൊക്കെ പടച്ചു വിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അങ്ങനെ ഒരു പ്രതിസന്ധി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നേരിടേണ്ടി വരുമോ കോൺഗ്രസ്സിന്? മറ്റൊന്നും കോൺഗ്രസ്സിനെതിരെ പറയാനില്ലാത്തതുകൊണ്ടും മറ്റൊന്നും കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടും ഇപ്പോൾ CPM പരമാവധി ശ്രമിക്കുന്നത്, ഞാൻ പലതും പരിശോധിച്ച് നോക്കിയപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയയിൽ പോലും കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് വേണ്ടി മുഖ്യമന്ത്രിയാക്കാൻ വാദിക്കുന്നതും മുഖ്യമന്ത്രി ആക്കരുതെന്ന് വാദിക്കുന്നതും ഒക്കെ CPM ഹാൻഡിലുകളും CPM അണികളുമാണ് മുഖ്യമന്ത്രിമാരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവരങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവരുന്നു. അതിലൊന്നും ഒരു പ്രസക്തിയില്ല. കഴിഞ്ഞ വയനാട് ക്യാമ്പ് നടന്നപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളോടൊക്കെ കിട്ടിയൊരു പക്ഷേ നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും. അവർ കൊടുത്ത ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വയനാട് ക്യാമ്പിൽ രൂക്ഷമായ
തർക്കം നടക്കാൻ പോകുന്നു, രൂക്ഷമായ കൂട്ടയടി നടക്കാൻ പോകുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചയിലേക്ക് കടക്കും, അതിൽ ആർക്കാണ് മേധാവിത്വം എന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പിടിവലി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ലല്ലോ. ഏറ്റവും ശാന്തമായും ഏറ്റവും ഫോക്കസ്ഡായും ഏറ്റവും പോസിറ്റീവായും ഏറ്റവും പ്രോഗ്രസീവായും ആ ക്യാമ്പ് തീർന്ന് ഏകാഭിപ്രായത്തോടുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചാണ് ഞങ്ങൾ വയനാട് ക്യാമ്പ് അവസാനിപ്പിച്ചത്. എന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾ നൽകുന്ന ഒരു വിജയം ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിനയത്തോടുകൂടി അത് ഏറ്റെടുത്ത് ഞങ്ങൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരാളെ, ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി അടുത്ത സർക്കാരിനെ നയിക്കാനുണ്ടാവും. ഈ പ്രതിപക്ഷ നേതാവിനെ മുൻനിർത്തി തന്നെ ആയിരിക്കുമോ ഇത്തവണ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുക? അല്ല, കോൺഗ്രസ്സിൽ ഒരു സെറ്റ് പോളിസിയും സെറ്റ് പാറ്റേണും ഉണ്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പുകളിലും, അത് കേരളത്തിൽ നിന്നല്ല മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാണിച്ച് മത്സരിക്കുന്ന ഒരു പ്രക്രിയ കോൺഗ്രസ്സിലില്ല. കോൺഗ്രസ്സിലെ നടപടിക്രമം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA-മാർ ജയിച്ചു വന്ന് ഭൂരിപക്ഷം കിട്ടിയാൽ ഹൈക്കമാൻഡ് പ്രതിനിധി വന്ന് MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഹൈക്കമാൻഡിനോട് കൺവേ ചെയ്തതിന് ശേഷം ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് ഒരാളെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കാലങ്ങളായി നടക്കുന്നത്. അപ്പോൾ അതൊരു പുതുമയല്ല, അത് സെറ്റ് പാറ്റേൺ. എവരിബഡി നോസ്, എല്ലാവർക്കും അറിയാം. അപ്രതീക്ഷിതമായ ചില കടന്നുവരവുകൾക്ക് ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഈ കൊച്ചി കോർപ്പറേഷനിലെ മേയർ സമയത്ത് ദീപ്തി മേരി വർഗീസിന് വേണ്ടി മുറവിളി കൂട്ടിയവരിൽ ഒരാൾ താങ്കൾ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ അപ്രതീക്ഷിതമായ പലരും കടന്നുവരവ് കോൺഗ്രസിലുണ്ടാവുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യരായിട്ടുള്ള ഒരു അരഡസൻ ആളുകളുണ്ട്. One among them will become the chief minister. What is the big deal? They are all capable of leading the party, leading the government. They all have good experience. അത് ഞങ്ങളുടെ ദൗർബല്യമല്ല, ഞങ്ങളുടെ സ്ട്രെങ്ത് ആണ്. We have good number of people who can be CM. 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമല്ലോ VD സതീശന്? അല്ല, അദ്ദേഹത്തിൻ്റെ പരിഗണിക്കപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. പക്ഷേ the decision will be from the high command. That's it. We cannot say in advance. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല മികച്ച പ്രതിപക്ഷ നേതാവ്, ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായിരിക്കും VD സതീശൻ തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കുലേഷനാണെങ്കിലും അതായത് ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണെങ്കിലും എല്ലാ നിലയിലും മികച്ച പ്രതിപക്ഷ നേതാവ്. 100 സീറ്റുകളാണ് പ്രതീക്ഷിച്ചാണ് രംഗത്തിറങ്ങുന്നത്. കറക്റ്റ് ഒരു കൃത്യമായി പറയുവാണെങ്കിൽ എത്രത്തോളം പ്രതീക്ഷിക്കുന്നത്? വി ആർ എക്സ്പെക്ടിങ് 100+. ഇപ്പോൾ കാണുന്ന പൊളിറ്റിക്കൽ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ നമ്മളെടുത്താൽ ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രാദേശികമായി സ്ഥാനാർത്ഥികളുടെ CPM സ്ഥാനാർത്ഥികളുടെ ജനകീയത കൊണ്ടും അവരുടെ ഒരു ബന്ധം കൊണ്ടുമൊക്കെ ഒരു പരിധിവരെ ഇത് തടഞ്ഞു നിർത്തിയതാണ്. അവർ ജയിച്ചു വന്ന അങ്ങനെയാണ്. അതേസമയം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെതിരെ പിണറായി വിജയൻ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് കേരളത്തിലെ ആളുകൾക്ക് മുമ്പിലുള്ളത്. ആ ഉത്തരം വളരെ ക്ലിയറാണ്. മോർ ദാൻ 50% ഓഫ് ദ സൊസൈറ്റി, 101% they want to vote against this government, against this CM. അത് ഭയങ്കരമായി പ്രതിഫലിക്കും. I am expecting 100+. സിറ്റിംഗ് MP-മാർ തൽക്കാലം മത്സരിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ചിലർക്ക് ചില ഫേവറുകൾ കൊടുക്കാം. ചില ജനസ്വാധീനമുള്ള MP-മാരെ ഒഴിവാക്കണമോ എന്ന ചില ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? സിറ്റിംഗ് MP-മാർ മത്സരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? That's a decision to be taken at the higher. ഹൈക്കമാൻഡിൽ എടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് അപ്രോപ്രിയേറ്റ് അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞ അഭിപ്രായം തന്നെയായിരിക്കും പൊതുവെ പാർട്ടിയിലുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സിറ്റിംഗ് MP-മാർ തൽക്കാലം മത്സരിക്കേണ്ടതില്ല. അല്ല, ആളുകളൊക്കെ നോക്കൂല. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അത്ര ഒരു ചിലപ്പോൾ ഒരു പക്ഷേ മാത്യു കുഴൽനാട് സിറ്റിംഗ് MLA-മാർ എന്തായാലും മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അല്ല, ദാറ്റ്സ് ഓൾസോ ഫോർ ദ പാർട്ടി ടു ഡിസൈഡ്. ഞാനൊരു സിറ്റിംഗ് MLA ആണ്. ഞാൻ സ്ഥാനാർത്ഥിയാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. സോ നോർമലി യൂഷ്വൽ പാറ്റേൺ എന്ന് വെച്ചാൽ സിറ്റിംഗ് MLA-മാർ അങ്ങനെ വലിയ മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ മത്സരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിലൊരു പാറ്റേൺ, ഒരു രീതി. മറ്റു പ്രശ്നങ്ങളില്ലാത്തവരുടെ കാറ്റഗറി തന്നെയല്ലേ താങ്കളും? സ്വാഭാവികമായിട്ടും മറ്റു പ്രശ്നങ്ങളൊന്നുള്ളതായിട്ട് ഇതുവരെ എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കോൺഗ്രസ് 100-ലധികം സീറ്റുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കട്ടെ. എല്ലാ ആശംസകളും. ഇത്രയും സമയം വാക്കുമറുവാക്കുമായി സഹകരിച്ച നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.